ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം ദൂരത്തിൽ 5.2 സെന്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഒരു പുതിയ ഇരുനില വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എല്ലാ സൗകര്യങ്ങളും കൂടിയ പോത്തൻകോടിനടുത്താണ്. ഇവിടെ മൊത്തത്തിൽ ചുറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയാണ് കാറ് കയറ്റിയിടാനുള്ള കാർ പോർച്ച് വരുന്നത്. അതിൻ്റെ ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഇവിടെ ആയിട്ടൊരു നടന്ന് കയറാൻ പറ്റിയ വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിക്കറ്റ് ഗേറ്റ് ഇവിടെ നേരെ അകത്തേക്ക് കയറാം. ഇവിടെ കയറിക്കാൻ നേരെ വരുന്നത് മുറ്റത്തേക്ക് 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. 2 അല്ല, ചെറിയ കാറൊക്കെ ആണെങ്കിൽ 3 കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് കിണർ നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റേഷനും കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലെ കാഴ്ചയിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് റെഡ് ഗ്രാനൈറ്റും കൂടാതെ ബോർഡറും ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വലിയ ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തി മുഴുവനായി തടിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിംഗിലായിട്ട് കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചെയ്യാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം WBC പാനലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്രൊഫൈൽ ചാനൽ കൊടുത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. പുറകിലായിട്ട് ഇവിടെ സെറ്റിംഗ് സ്പേസ് ഉണ്ട്. സെറ്റിയൊക്കെ സുഖമായിട്ടാണ്, കോർണർ സെറ്റിയൊക്കെ സുഖമായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സിറ്റിംഗ് സ്പേസിൻ്റെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ ബോക്സി ടൈപ്പിലുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയയാണ്. വലിയ ടൈൽസൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മുകളിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് വാഷിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെ ആയിട്ട് ടച്ച് ചെയ്ത കളർ ചേഞ്ച് ആവുന്ന മിററും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഭിത്തി മുഴുവനായിട്ടും WBC പാനൽ കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ലൈറ്റല്ല, ഇവിടെ കോബ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെയായിട്ടും ബേസ് ക്യാബിനറ്റ് ഉണ്ട്. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ DBയിലേക്ക് വരാം. DB നോക്കുവാണെങ്കിലും V-ഗാർഡ് പുറമെ അകമേ നോക്കാൻ ഫുള്ള് V-ഗാർഡ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ സ്വിച്ച് ബോർഡിലേക്ക് വരാം. സ്വിച്ച് ബോർഡ് നോക്കുവാണെങ്കിൽ GM എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ആയിട്ടും കബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് CNC കട്ടിങ് കൊടുത്ത ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു സെർവിങ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 2 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പോഴും എല്ലാം WPC ചെയ്തിരിക്കുന്നത്. എല്ലാം ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ എല്ലാം അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്കും കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ നോക്കുവാണെങ്കിലും നല്ല സ്പേസുള്ള വർക്ക് ഏരിയ ആണ്. ഇത്രയും സ്പേസുള്ള വലിയൊരു വർക്ക് ഏരിയ ആണ്. ഇവിടെ എല്ലാം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സിങ്കും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസുള്ള വർക്ക് ഏരിയ ആണ്. ഇവിടെ ഇനി ക്യാബിനറ്റിൽ, അതായത് കബോർഡ് മാത്രം ചെയ്താൽ മതി. അതുകൂടാതെ നമുക്ക് ഇവിടെയും ഓപ്പൺ ചെയ്യാൻ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് ഡോർ ഓപ്പൺ ചെയ്തും പുറത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയുള്ള റൂമാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു ഭാഗം ഭിത്തി വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മൾ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ച് ആവാത്ത രീതിയിലുള്ള ടൈൽസാണ് ഇവിടെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. കൂടാതെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് അപ്പർ ക്യാബിനറ്റും ഉണ്ട്. അതുകൂടാതെ തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള വാഷ്റൂമാണ്. നല്ല നീളത്തിലുള്ള സ്പേസുള്ള വാഷ്റൂമാണ്. അവരൊരു എന്താ പറയുക, ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പോലെ ഒരു താഴ്ച കൊടുത്തിട്ടാണ് ഒരു വെറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നത്. എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിലും 12-11 സൈസ് വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ബോക്സി ആയിട്ടുള്ള സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കവർ മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അതെല്ലാം ചെയ്തു തരുന്നതാണ്. അതുകൂടാതെ ഇവിടെ വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബെഡ്റൂം മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്സ്റ്റേറിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റ് ആണ്. റൈസർ ടൈലുമാണ്. ഇവിടെ ഹാൻഡ് റെയിൽസ് GI ട്യൂബിൽ ഇതിൻ്റെ ഒരു തടിയുടെ പാനൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പം ഇവിടെ ആയിട്ട് 5 പർഗോള കൊടുത്തിട്ടുണ്ട്. വലിയ പർഗോളെ കൊടുത്തിരിക്കുന്നത്. അവിടെ നല്ല വെട്ടം ഇങ്ങോട്ട് കിട്ടുന്നതാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് ഒരു ഫോയറിലേക്ക് എത്തുകയാണ്. ഇവിടെ ആയിട്ടൊരു ഫോയറിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മുകളിൽ DB കൊടുത്തിട്ടുണ്ട്. അതെല്ലാം V-ഗാർഡ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. ഒരു അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു അപ്പർ ലോഞ്ച് തന്നെയാണ്. ഇവിടെയും TV യൂണിറ്റ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്.
അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി സ്പേസ് അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ അപ്പർ ലോഞ്ചിൻ്റെ മുകളിലായിട്ടും സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്, ബോക്സി ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 16 അടി നീളമുള്ള ബെഡ്റൂമാണ്. ഇവിടെ മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആയിട്ടുണ്ട്, ബോക്സി ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, അപ്പർ ക്യാബിനറ്റ് കൊടുത്തത് അത്രയും ഉയരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 4ാമത്തെ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ്. ഇതും 16 അടി നീളവും ഏകദേശം 15 അടി വീതിയും വരുന്ന റൂമാണ്. 15 അല്ല 14 അടി വീതിയും വരുന്ന റൂമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫുൾ ഒരു മുകളിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലേ വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്, അതായത് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്, മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, ബോക്സ് ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം വലിയ വാഷ്റൂമാണ്, നമ്മൾ കണ്ടതുപോലെയല്ല, ഒരു വിശാലമായൊരു വാഷ്റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറ മാത്രമാണ്, വേറെ കമ്പനിയിൽ യൂസ് ചെയ്തിട്ടില്ല, ഫുള്ളി സെറ തന്നെയാണ്. എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ റൂമിൻ്റെ അത്രയും സ്പേസ് ഉണ്ട്, അത്രയും വലിയൊരു വാഷ്റൂം എന്ന് പറയാം. ഇനി നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീടിൻ്റെ കോമൺ ബാൽക്കണി. ഇവിടെ മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൂടാതെ തന്നെ പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടെല്ലാം കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ട് വെട്ടുകല്ലിന് ഡിസൈനിലുള്ള ഒരു സ്റ്റോൺ പോലെ തോന്നിക്കുന്ന ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ളൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു മഴ സീസണാണ്. ഈ സമയത്താണ് വീടുകൾ വന്ന് നോക്കാൻ വേണ്ടത്, അതായത് വാങ്ങാൻ നിൽക്കുന്നവർക്ക് വീട് നോക്കാൻ പറ്റിയ സമയമാണ്. കാരണം മണ്ണിനെക്കുറിച്ചും അവിടുത്തെ ഒരു വെള്ളക്കെട്ടുണ്ടോ മൊത്തത്തിൽ നന്നായിട്ട് അറിയാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഈ സമയം ഒട്ടും പാഴാക്കരുത്. ഇപ്പം നിലവിൽ ഏത് ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾ നോക്കുന്നത് ആ ലൊക്കേഷനിൽ വീടുകൾ നോക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അപ്പോൾ ഈ വീടെന്നുള്ളത് ടോട്ടലി 5.2 സെൻറ്റിൽ 2150 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂം മുകളിൽ 2 ബെഡ്റൂമുള്ള ഈ വിശാലമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.